ഓക്കെ. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അമല. അപ്പം ഞാനും ഇന്ന് നമ്മൾ ഇത്രയും നാൾ ഇത്ര നേരം സ്നേഹത്തെ പറ്റിയാ കേട്ടോണ്ടിരുന്നത്. അപ്പം ഞാനും ഇന്ന് കുറച്ച് കാര്യങ്ങൾ സ്നേഹത്തെ പറ്റിയാ പറയാൻ പോകുന്നേ. അപ്പം ഞാൻ വലിയ പ്രസംഗകയൊന്നും അല്ല. പക്ഷേ എങ്കിലും എൻ്റെ ഒരു ഇതുണ്ട് ഈശോ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന രീതിയിൽ പറയാൻ ശ്രമിക്കാം. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്താം. ഓക്കെ. അപ്പം ഈ സ്നേഹത്തെ പറ്റിയുള്ള ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കാൻ ഉള്ള എൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഈ സ്നേഹത്തിന്റെ ടോപ്പിക്കിലോട്ട് വരാവേ. അതായത് എന്നെ ഒത്തിരി ആകർഷിച്ച ഒരു വചനഭാഗമാണ് 1 കൊറിന്തോസ് 13-ാം അധ്യായം. ഇതിങ്ങനെ കുറേ പ്രാവശ്യം വായിച്ച് ഞാന് എൻ്റെ മനസ്സിൽ അടിക്കുറിച്ചിട്ടൊരു സംഭവമാണേ. അതായത് എനിക്ക് സ്നേഹം കുറവാ. കാരണം 13-ന്റെ 4-ാം അധ്യായം ഇങ്ങനെ 4-ാമത്തെ വാക്യം തൊട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, ദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. ഇതിങ്ങനെ എൻ്റെ ഹൃദയത്തിലോട്ട് അങ്ങ് ആഴ്ന്നിറങ്ങിയപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ശരിക്കും ഞാൻ എൻ്റെ ആ സ്നേഹം ഉണ്ടോ എന്നുള്ളൊരു കാര്യം ഇവാലുവേറ്റ് ചെയ്യുകയാണ് ചെയ്തേ ഈ ഒരു വചനഭാഗത്തിലൂടെ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ ഘോരഘോരം പ്രഘോഷിച്ചാലും എനിക്ക് സ്നേഹമില്ല ഒന്നുമില്ലെന്നായി 13-ാം അധ്യായം ഫുള്ള് പറയുന്നേ. എനിക്ക് എനിക്ക് കുറെ പ്രവചനപരം ഉണ്ടായാലും അല്ലെങ്കിൽ എനിക്ക് സർവ്വസമ്പത്ത് ഞാൻ വിറ്റ് മറ്റുള്ളവർക്ക് കൊടുത്താലും എനിക്ക് സ്നേഹം ഇല്ലെങ്കിൽ ഒന്നുമില്ലെന്നുള്ള കാര്യമാണ് ഈ വചനഭാഗം ഫുള്ള് പറയുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. കാരണം ഈ 4-ാമത്തെ വാക്യം തൊട്ട് പറയുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എനിക്കുണ്ട്. എനിക്ക് അഹങ്കാരമുണ്ട്, എനിക്ക് ഭയങ്കര എനിക്ക് പലപ്പോഴും അസൂയപ്പെടുന്ന സ്വഭാവമുണ്ട്, എനിക്ക് കുറ്റപ്പെടുന്ന സ്വഭാവമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുക, സത്യം പറഞ്ഞാൽ എനിക്ക് സ്നേഹിക്കാൻ യഥാർത്ഥ ഈശോ പറയുന്ന ഒരു സ്നേഹം ഞാൻ ശരിക്കും സ്നേഹിച്ചിട്ടില്ല മറ്റുള്ളവരെ എന്നുള്ളൊരു കാര്യം എന്റെ മനസ്സിലോട്ട് വന്നേ. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കുറവ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സ്നേഹം, അല്ലേ? അതുപോലെ തന്നെ ഈ വചനത്തിന്റെ അവസാനം 1 യോഹന്നാൻ 3:18 പറയുന്നുണ്ട്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നുണ്ട്, പക്ഷെ എങ്കിലും സ്നേഹമാണ് ഏറ്റവും കൂടുതൽ സർവോത്കൃഷ്ടം എന്ന് പറയുന്നുണ്ട്. അപ്പം എന്തൊക്കെ പുണ്യം ഉണ്ടെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിലും എനിക്ക് ഒരു മലയോട് അപ്പുറത്ത് പോയിരിക്കാൻ പറയുന്ന ഒരു വിശ്വാസം ഉണ്ടെങ്കിലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ലെന്ന് വചനം പഠിപ്പിക്കുക. അപ്പം ഇതുപോലെ തന്നെ നമ്മൾ ഈ വചനം ഫുൾ എടുത്തു നോക്കിയാൽ, നമ്മുടെ ഈ ബൈബിൾ ഫുൾ എടുത്തു നോക്കിയാൽ അതിന്റെ കോർ ഭാഗം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. ഫുള്ള് പറയുന്നത് ദൈവസ്നേഹത്തെ പറ്റിയാ. ഫുള്ള് നമുക്ക് വചനം ആദ്യം തൊട്ട് അവസാനം വരെയും പറയുന്നത് ദൈവസ്നേഹത്തെ പറ്റിയാ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും ദൈവസ്നേഹത്തെ പറ്റി പറയുന്നത് ഈശോയുടെ ശിഷ്യനായ യോഹന്നാൻ സ്ലീഹയല്ലേ. അപ്പൊ 1 യോഹന്നാൻ 4:7 പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം, എന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവസ്നേഹമാണ്. ഒന്ന് നമ്മളോട്ടൊന്ന് ചിന്തിക്കണേ. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണെന്ന് പറയുന്നേ. അപ്പൊ നമ്മൾ ചിന്തിക്കണം, നമുക്ക് സ്നേഹം ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് 1 യോഹന്നാൻ 3:14 പറയുക, സഹോദരനെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സ്നേഹിക്കാത്തവനാട്ടെ മരണത്തിൽ തന്നെ നിലനിൽക്കുന്നു. എന്നിട്ട് പറയാ, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. അപ്പം നമ്മൾ ഈ സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ സ്നേഹിക്കുന്നുള്ള സ്നേഹം നമ്മളിൽ നിലനിൽക്കുന്നുള്ളത് അർത്ഥം. നമുക്കറിയാം, നല്ല സമരിയാക്കാരന്റെ ഉപമ അറിയാലേ. അതാണ് യഥാർത്ഥ സ്നേഹത്തെ പറ്റി പറയുന്ന ഒരു വചനഭാഗമായി നല്ല സമരിയാക്കാരന്റെ ഉപമ. അത് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തില് 25-ാമത്തെ വാക്യം തൊട്ടത് പറയുന്നത്. അതിൽ നമുക്ക് കാണാം, നിയമജ്ഞരിൽ ഒരുവൻ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഈശോയെ, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പം ഈശോ ചോദിക്കുന്നുണ്ട്, നീ വചനത്തിലൂടെ വായിക്കുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എന്താന്ന് ചോദിക്കുമ്പം ആ ഒരു നിയമജ്ഞൻ പറയുന്നുണ്ട്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാം. അപ്പൊ ഈശോ അത് സമ്മതിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിയമജ്ഞൻ ചോദിക്കുന്നുണ്ട്, കർത്താവെ, അയൽക്കാരൻ, എന്റെ അയൽക്കാരൻ ആരാണ്? അപ്പോഴാണ് ഈശോ ഈ നല്ല സമരിയാക്കാരന്റെ ഉപമ പറയുന്നത്. അപ്പം ഈ ഒരുവൻ ജെറീക്കോയിൽ നിന്ന് ജെറുസലേമിലേക്ക് പോകുന്ന വഴിയിൽ ഈ കൊള്ളക്കാര് ആക്രമിക്കാൻ വരുന്നു. അപ്പൊ ഈ കൊള്ളക്കാരൻ ആക്രമിക്കാൻ വരുമ്പം ഈ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന പണവും എല്ലാം അപഹരിച്ചിട്ട് പുള്ളിനെ ഉപദ്രവിച്ചിട്ട് അവിടെ ഇട്ടിട്ട് പോകുന്നുണ്ട്. അപ്പം ഈ പുള്ളിയുടെ മുന്നോട്ട് മൂന്ന് വ്യക്തികൾ വരുന്നുണ്ട്. ഒരു പുരോഹിതൻ വരുന്നുണ്ട്. പക്ഷെ പുരോഹിതൻ എന്താണ്, ആ വ്യക്തിയെ കാണുന്നു, നേരെ പോകുന്നു. അതുപോലെ തന്നെ ഒരു ലേവായൻ വരുന്നുണ്ട്.
ആ ലേവായൻ അവനെ കാണുന്നു, തിരിച്ചു പോകുന്നു. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് വരുന്നതാണ് സമരിയാക്കാരൻ. അപ്പൊ ഈ സമരിയാക്കാരൻ ഇയാളെ കാണുന്നു, ഇയാളുടെ മനസ്സലിഞ്ഞു എന്നാ വചനം പറയുന്നത്. മനസ്സലിഞ്ഞു. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന എണ്ണയും വീഞ്ഞും എടുത്ത് അയാളുടെ മുറിവ് കെട്ടി ഉണക്കി തന്റെ കഴുതപ്പുറത്ത് വെച്ചിട്ട് ഒരു സത്രത്തിൽ കൊണ്ടുപോയി ഇയാളെ ശുശ്രൂഷിച്ചു എന്നാ പറയുന്നത്. പിറ്റേ ദിവസം എന്നിട്ട് അയാൾ ഒരു 2 ധനാറ എടുത്ത് ഈ സത്ര സൂക്ഷിപ്പുകാരൻ്റെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇവന് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കുക, ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തരാമെന്നുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ 3 വ്യക്തികളെ കണ്ടു. പുരോഹിതനെ കണ്ടു, ലേവായനെ കണ്ടു. ഈ 2 വ്യക്തിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ സമരിയക്കാരിലും കാണാൻ പറ്റുന്ന എന്താ? അവൻ ആ വ്യക്തിയെ കണ്ടപ്പം മനസ്സലിഞ്ഞു എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ നമുക്ക് കാണുമ്പോൾ മനസ്സലിയണമെങ്കിൽ നമുക്ക് എന്താ, ആ വ്യക്തിയോട് ഒരു സ്നേഹം ഉണ്ടാവണം. അതുകൊണ്ടാണ് ആ പുള്ളിക്ക് അത്രയും ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഈശോ പറയുന്നുണ്ട് നീമിഞ്ഞനോട്, നീയും അതുപോലെ പോയി ചെയ്യാം. അപ്പൊ ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഈശോ ആ നിയമങ്ങൾ ചോദിച്ചിത്രേ ഉള്ളൂ, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പൊ ഈശോ പറയും, നിത്യജീവൻ പ്രാപിക്കാൻ നീ ആ ഒരു നല്ല സമരിയാക്കാരനെ പോലെ ചെയ്താൽ മതിയെന്ന്. നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിലോട്ട് വന്നേക്കുന്നതും നമ്മൾ ഈ ലോകത്തായിരിക്കുന്ന ഒറ്റ ലക്ഷ്യമുള്ളൂ, നിത്യജീവൻ. ഈശോ നമുക്ക് നേടിത്തന്ന, ഈശോ രക്ഷയിലൂടെ നമുക്ക് നേടിത്തന്ന നിത്യജീവൻ. നമുക്കറിയാം, നമ്മളെ ഈ ലോകത്തിലോട്ട് അയച്ചേക്കുന്നത് ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടിയാ. ഈശോ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം പൂർത്തിയാക്കി നമ്മൾ തിരിച്ചു പോകേണ്ടത് ഈശോയുടെ അടുത്തോട്ടാ. അപ്പം നമ്മൾ നിത്യജീവിതത്തിലോട്ടാ പോകണ്ടേ. അപ്പം ഈശോ പറയും, ആ ഒരു നിത്യജീവൻ വേണമെങ്കിൽ, നിത്യജീവൻ നമുക്ക് അവകാശപ്പെടുന്നെങ്കിൽ രണ്ട് കാര്യം ചെയ്യുക. ഒന്ന്, നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അവിടെ ഈ ഇത്രയും വചനവാദം ഈശോ ഏറ്റവും പ്രധാന കൽപ്പനയായിട്ട് പറയുന്ന 2 കാര്യമാണ്: സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നിങ്ങനെ പറയുന്നു. അതുപോലെ തന്നെ ഇനിയിപ്പം ഈശോ പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കി, സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, അയൽക്കാരനെ സ്നേഹിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കി. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള പോലെയല്ല നമ്മൾ സ്നേഹിക്കേണ്ടേ, അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള പോലെയല്ല സ്നേഹിക്കേണ്ടേ. അതിന് ഈശോ പറയുന്നുണ്ട്. അതിന് യോഹന്നാന്റെ സുവിശേഷം 13:34-35 പറയുന്നുണ്ട്, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. കണ്ടോ, അവിടെ വരുമ്പോൾ എല്ലാം മാറും. അതായത് നമുക്ക് ഇഷ്ടമുള്ളവരല്ല സ്നേഹിക്കണ്ടേ, ഈശോ സ്നേഹിച്ച പോലെ നമ്മളും പരസ്പരം സ്നേഹിക്കാൻ ഈശോ പറയുക. നമുക്കറിയാം ഈശോയുടെ ഒരു സ്നേഹം, നമുക്കറിയാം ഈശോ നമുക്ക് കാണിച്ചു തന്ന സ്നേഹം നമുക്കറിയാം. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്, അല്ലേ? നമുക്ക് ഈ ബൈബിൾ ഫുൾ എടുത്തിരുന്ന് അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ആ ഈശോയുടെ സ്നേഹം നമ്മൾ അറിയണം, മനസ്സിലാക്കണം, അനുഭവിക്കണം. അതുപോലെ തന്നെ ആ ഈശോയെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. ഈശോ പഠിപ്പിച്ച പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. അപ്പം നമുക്ക് ഈ കുറച്ച് സമയങ്ങളിൽ ഈശോയുടെ ആ സ്നേഹത്തെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. ഈശോ നമുക്ക് കാണിച്ച സ്നേഹത്തെപ്പറ്റി നമുക്കൊന്ന് അതിലൂടെ ഒന്ന് കടന്നു പോകാം. അപ്പൊ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ ബൈബിൾ ഫുൾ എടുത്തിരുന്ന് വായിച്ചാൽ നമുക്ക് കോറായിട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യം ദൈവസ്നേഹമാണ്, അല്ലേ? നമുക്കറിയാം. ഞാൻ പറയുകയാണെ, ഈ ഉൽപ്പത്തിയുടെ പുസ്തകം തുടങ്ങുമ്പോൾ തൊട്ട് ദൈവത്തിന്റെ സ്നേഹം നമുക്കറിയാം. പണ്ടൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഈ നമ്മുടെ റിഞ്ചു ചേച്ചി പറഞ്ഞ പോലെ, അതായത് എന്റെ കോൺസെപ്റ്റില് പിതാവായ ദൈവം എന്ന് പറയുന്നത് ഭയങ്കര കർക്കശക്കാരനായിട്ടുള്ള, ശിക്ഷിക്കുന്ന ഒരു ദൈവം, നമുക്കൊന്നും എത്താൻ പറ്റാത്ത രീതിയിൽ അകലെയുള്ള ഒരു ദൈവമാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു കോൺസെപ്റ്റ്. പക്ഷെ ഞാൻ അപ്പോൾ വിചാരിക്കുന്ന പുതിയ നിയമത്തിൽ ഈശോയെ നല്ലത് എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കുമായിരുന്നേ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് ദൈവം ഒരാൾ തന്നെയാണ്. ദൈവത്തിന്റെ സ്നേഹം പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണ് ഒരേ സ്നേഹമാണ്. അതെ, മനുഷ്യന്റെ സ്നേഹമാണ് ഇങ്ങനെ മാറി മറിഞ്ഞിരിക്കുക. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം എന്താണ്? അത് ഒരിക്കലും അവസാനിക്കുന്നില്ല, അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന സ്നേഹമാണ്. അതുകൊണ്ടല്ലേ ഹെബ്രായർ 13:18 പറയുന്നേ, യേശുക്രിസ്തു ഇന്നലെ ഇന്നും ഒരാൾ തന്നെയാ. അന്നുള്ള ദൈവത്തിന്റെ സ്നേഹവും ഇന്നുള്ള ദൈവത്തിന്റെ സ്നേഹവും ഒന്ന് തന്നെയാ. അതുകൊണ്ടല്ലേ ഉൽപ്പത്തിയുടെ പുസ്തകം തൊട്ട് ഇങ്ങനെ നമ്മൾ വരുവാണെങ്കിൽ നമുക്ക് ആ ദൈവത്തിന്റെ സ്നേഹം കാണാം. അത് നമ്മൾ ഈ പഴയ നിയമ കഥ പോലെ വായിക്കുന്നുണ്ട്, ഒത്തിരി കഥയുണ്ടല്ലോ, അതുപോലെ വായിക്കുന്നുണ്ട്, നമുക്ക് അത് ആ സ്നേഹം മനസ്സിലാവും. പക്ഷെ കുറച്ചും കൂടെ ആഴത്തിൽ ഹൃദയത്തിൽ ചിന്തിക്കുവാണെങ്കിൽ ആ അപ്പന്റെ സ്നേഹം ഉണ്ടല്ലോ, നമ്മളങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് ചിന്തിക്കുന്നതിനപ്പുറം ദൈവത്തിന്റെ സ്നേഹം അത്ര അധികമാണ്. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം തുടങ്ങുമ്പോൾ നമുക്കറിയാം, ഭൂമി അല്ലെങ്കിൽ ഈ എർത്ത് എന്ന് പറയുന്ന രൂപരഹിതമായിരുന്നു. അപ്പം പിതാവായ ദൈവം എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, എല്ലാം ഉണ്ടായി. പക്ഷെ മനുഷ്യരെ സൃഷ്ടിച്ചപ്പം കർത്താവ് എന്നാ ചെയ്തേ? കർത്താവ് ചെയ്ത് തന്നെ ഭൂമിയിലെ പൂഴിയുണ്ട്, സ്വന്തം കൈ കൊണ്ട് മണ്ണ് കുഴച്ച് നമ്മളെ സൃഷ്ടിച്ചു.
സ്വന്തം ചായയിൽ സൃഷ്ടിച്ചു. ഒരാളുടെ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് എൻ്റെ അപ്പന്റെ ചായ എന്ന് പറയുമ്പം ഞാൻ ആരും അപ്പന്റെ ബ്ലഡ് എൻ്റെ സ്വന്തം അപ്പനാ. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ അപ്പന്റെ ചായ എനിക്ക് കിട്ടുന്നത്. അതുപോലെ പിതാവിന്റെ, അതായത് ഈ ദൈവത്തിന്റെ ചായയിൽ നമ്മളെ സൃഷ്ടിച്ചെന്ന് പറയുമ്പം നമ്മൾ ദൈവത്തിന്റെ മക്കളാ. അതുകൊണ്ടല്ലേ 1 യോഹന്നാന്റെ സുവിശേഷത്തിൽ 1 യോഹന്നാൻ 1-ാം പറയുന്നത്, നാം കർത്താവ് എത്ര സ്നേഹമാണ് കാണിച്ചിരിക്കുന്നത്, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു, അങ്ങനെയാണ് താനും. നാം ദൈവമക്കളാ. അതെ, അതുപോലെ തന്നെ. അതുപോലെ തന്നെ ദൈവം നമ്മളെ സൃഷ്ടിക്കുന്നു. ദൈവം നമ്മളെ എവിടെ ആദ്യം കൊണ്ട് ആക്കുന്നേ? ഏതേൻ തോട്ടത്തില, പറുദീസയിലാണ്. നമ്മൾ വിചാരിക്കും അതൊരു വലിയ തോട്ടവാ അതാണ്. പക്ഷെ അതല്ല. നമ്മൾ കുറച്ചും കൂടെ ആന്തരിക രീതിയിൽ ചിന്തിക്കുവാണെങ്കിൽ പറുദീസ എന്ന് പറയുന്നത് ഒരവസ്ഥയാണ്. അതായത് പിതാവായ ദൈവത്തിന്റെ കൂടെ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദവും സന്തോഷമാണ് പറുദീസ അനുഭവം. അപ്പം പിതാവായ ദൈവം നമ്മളെ സൃഷ്ടിച്ചു. സ്വന്തം രൂപത്തിൽ സ്വന്തം കൈവച്ച് മണ്ണോട് നമ്മളെ സൃഷ്ടിക്കുന്നു. നമ്മളിലോട്ട് ഈശോയുടെ ശ്വാസം തരുന്നു. നമ്മൾ ജീവനുള്ളവരായി മാറുന്നു. നമ്മളെ ഈശോയുടെ കൂടെ നിർത്തുന്നേ, പറുദീസയില് ഈശോയുടെ ഒപ്പം കൂടെ നിർത്തുന്നു. അപ്പൊ അതൊക്കെ ഈശോയുടെ സ്നേഹമാണ്. എന്നിട്ട് നമ്മൾ പാപം ചെയ്തു. ആദ്യം മാതാപിതാക്കളെ ആദവും ഹവ്വയും പാപം ചെയ്യുന്നു. പാപം ചെയ്യുമ്പോഴും ദൈവത്തിൽ നിന്ന് അകരുമ്പോഴും ദൈവം അവിടെ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി രക്ഷനെ വാഗ്ദാനം ചെയ്യുന്നേ. ഉൽപ്പത്തി 3:15 പറയുന്നേ, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. ഇത് നമ്മോടുള്ള സ്നേഹമാണ്. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി പിതാവായ ദൈവം സ്വന്തം പുത്രനെ രക്ഷകനായി നമ്മളോട്ട് അയക്കുക. ഇതൊക്കെ ഭയങ്കര പ്യുവർ ആയിട്ടുള്ള സ്നേഹമല്ലേ? ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ദൈവം സ്വന്തം പുത്രനെ ദൈവം തന്നെ ഇറങ്ങി വരുന്നേ. ദൈവം തന്നെയാ മനുഷ്യന്റെ രൂപം സ്വീകരിച്ച് നമ്മുടെ ഉള്ളിലോട്ട്, നമ്മുടെ കൂടെ നമുക്ക് സ്നേഹത്തിന്റെ മാതൃക കാണിച്ചു തരുക പിതാവായ ദൈവം. അതുപോലെ തന്നെ യോഹന്നാൻ 3:16 പറയുന്നത്, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിന്റെ സ്നേഹം നമ്മൾ ആലോചിച്ച് നോക്കണേ. സ്വന്തം പുത്രനെ സ്വയം ശൂന്യമായി നമ്മളിലോട്ട് ഇറങ്ങി വരിക. അതുപോലെ ഇന്ന് നമ്മൾ വായിച്ച വചനഭാഗം 1 യോഹന്നാൻ 3:9, തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിന് ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. അതായത് പിതാവിന്റെ സ്നേഹം വെളിപ്പെടുന്നത് എങ്ങനെയാ? പുത്രനെ നമുക്ക് തരുന്നതിലൂടെയാ. പുത്രനായ യേശുവിനെ നമുക്ക് തരുന്നതിലൂടെ പിതാവിന്റെ സ്നേഹം കാണുന്നേ, അല്ലെ? പുത്രൻ എന്ന് പറയുമ്പോൾ ദൈവം തന്നെ ഇറങ്ങി വരുന്നേ. ദൈവം തന്നെ സ്വന്തം മനുഷ്യന്റെ രൂപം സ്വീകരിച്ച് അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ടേ, നമ്മൾ ആലോചിക്കുന്നത് ദൈവം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ മൊത്തം സൃഷ്ടിക്കുക, നമ്മളെയൊക്കെ സൃഷ്ടിച്ച ഒരു ദൈവം. ആ ദൈവം സ്വന്തമായിട്ട് ശൂന്യമാവുക, ഒരു മനുഷ്യന്റെ രൂപത്തിലോട്ട് സ്വന്തം ശൂന്യമായെന്ന് പറയുന്നത്, സ്വയമായിട്ട് ശൂന്യമായെന്ന് പറയുന്നത്. എന്നിട്ട് നമുക്കറിയാം ഈശോ ഈ ലോകത്തിലോട്ട് വന്നപ്പോഴും ഈശോ തെരഞ്ഞെടുത്തൊരു പാത ഏതാ? ഈശോ നമുക്ക് ചിന്തിക്കാം, ദൈവമല്ലേ, ദൈവത്തിന് എന്തു സാധിക്കുമല്ലോ. ദൈവത്തിന് ഒരു കൊട്ടാരം പണിതിട്ട് കൊട്ടാരത്തിൽ വന്ന് ജീവിച്ചു നമ്മുടെ കൂടെ ആയിരുന്ന പോരെ. എന്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തില്ല? കാരണം ഈശോയുടെ മുന്നിൽ 2 ചോയ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഈശോ തെരഞ്ഞെടുത്ത എപ്പോഴും ആ ഒരു ദാരിദ്ര്യത്തിന്റെ പാതയാണ്. അത് ഒരു പുൽക്കൂട്ടിലാണ്, പശുക്കളൊക്കെ കിടക്കുന്ന ഒരു പുൽക്കൂട്ടിലെ ഈശോ വന്ന് ജനിച്ചേ. എന്താ അത് നമ്മളെ കാണിച്ചിരുന്ന എളിമയുടെ ഒരു പാതയാ. അത്രയും സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഒരു എളിമ, നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം ശൂന്യമായിട്ട് ദാരിദ്ര്യത്തിന്റെ പാതയിൽ വന്നിങ്ങനെ നമ്മുടെ കൂടെ വാഴുന്ന ഒരു ഈശോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ കുരിശിന്റെ വേണ്ടി നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് പുൽക്കൂട് തൊട്ടങ്ങേ പുൽകുന്ന ദാരിദ്ര്യം കുരിശോളം കൂട്ടായി നിന്നു. അതായത് ഈശോയുടെ ജീവിതത്തിലുടനീളം ഈശോ സാധാ ഒരു മനുഷ്യനായിട്ട് ജീവിച്ചു. സാധാ ഒരു മനുഷ്യൻ നമ്മളെപ്പോലെ ദാരിദ്ര്യം അനുഭവിച്ചു, നമ്മളെപ്പോലെ കഷ്ടപ്പാട് അനുഭവിച്ച്, മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ഇങ്ങനെ തന്നെ ഈശോ ഇങ്ങനെ തന്നെ ജീവിച്ചേ. അതുകൊണ്ട് ഈശോ നമുക്ക് കാണിച്ചു തരുന്ന ഒരു എളിമയുണ്ട്. എങ്ങനെ നമുക്ക് എളിമയിൽ ജീവിക്കാം, ഈശോ സ്വന്തം ജീവിതം വെച്ച് ഇതൊക്കെ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈശോയുടെ 30ാമത്തെ വയസ്സ് വരെയും ഈശോ പരിശുദ്ധ അമ്മയ്ക്കും യേശുപിതാവിനും വിധേയപ്പെട്ടാ ജീവിച്ചേ. നമുക്കറിയാം ദൈവം അല്ലേ, ദൈവം എന്നൊരു കോൺസെപ്റ്റില് ദൈവം ഇറങ്ങി വന്ന് നമ്മളെപ്പോലെ 2 സാധാ മനുഷ്യർക്ക് വിധേയപ്പെട്ട് ജീവിക്കുക. അത് ഒരു ദിവസം ഒരു സെക്കൻഡ് ഒന്നും അല്ല, 30 വർഷം വിധേയപ്പെട്ട് ജീവിക്കുക അവർ മാതാപിതാക്കൾക്ക്. ആ ദൈവത്തിന്റെ സ്നേഹം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് അവിടെ കാണിച്ചു തരുക, മാതാവിന്റെയും യേശുപിതാവിന്റെയും കൂടെ അവർ ചെയ്യുന്ന ജോലിയിൽ അവരെ സഹായിച്ച്, അവർക്ക് എളിമപ്പെട്ട്, അവർ പറയുന്ന അനുസരിച്ച്, അവരെ എന്തെങ്കിലും കാര്യങ്ങൾ സഹായിച്ച് അവരുടെ കൂടെ ജീവിക്കുക. നമുക്ക് വേണ്ടി നമുക്ക് മാതൃക കാണിച്ചു തരിക. നമ്മൾ എങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ജീവിക്കണം, നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിച്ച്, നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിച്ച് നമ്മൾ എങ്ങനെ ജീവിക്കണം ഈശോ കാണിച്ചു തരുക. നമുക്കിങ്ങനെ നമുക്ക് ഈ മാതാപിതാക്കൾക്ക് ഈശോയെ പോലെ വിധേയപ്പെട്ട് ജീവിക്കണമെങ്കിൽ
അല്ലെങ്കിൽ സഹോദരങ്ങളെ സ്നേഹിക്കണമെങ്കിൽ, എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കുറവ് എനിക്ക് അംഗീകരിക്കണമെങ്കിൽ, എൻ്റെ സഹോദരങ്ങളുടെ കുറവ് എനിക്ക് അംഗീകരിക്കണമെങ്കിൽ, അവരുടെ കൂടെ സ്നേഹത്തോടെ ജീവിക്കണമെങ്കിൽ ഈശോ കാണിച്ചു തരുന്ന ഈ സ്നേഹം നമുക്ക് വേണം. അതുപോലെ തന്നെ നമുക്കറിയാം, ഈശോയുടെ സുവിശേഷ പ്രഘോഷണ കാലഘട്ടം, ഈശോ ഈശോയുടെ ആ കാരുണ്യ പ്രവർത്തികളൊക്കെ നമുക്ക് കാണാം അല്ലേ. ഈശോ അത്രയ്ക്കും ദയയും കാരുണ്യം എല്ലാവരോടും കാണിച്ചിരുന്നു. ഈശോ നമുക്കറിയാം, ഈശോ ആരുടെ അടുത്തും എന്നാ ഒരു തിരിച്ചു വ്യത്യാസം കാണിച്ചില്ല. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അല്ലെങ്കിൽ പാപിയെന്നോ വ്യഭിചാരിണിയെന്നോ അല്ലെങ്കിൽ ചുങ്കക്കാരെന്നോ ഒരു വ്യത്യാസം കാണിച്ചില്ല. എല്ലാവരിലോട്ടും ഈശോ ഇറങ്ങി ചെല്ലുന്നത്, എല്ലാവരിലോട്ടും ഇറങ്ങി ചെന്നിട്ട് ഈശോ തന്റെ സുവിശേഷം പ്രഘോഷിച്ച് തന്റെ സ്നേഹം കാണിച്ചു കൊടുക്കുകയത് എല്ലാവരിലോട്ടും ഇറങ്ങി ചെന്നൊരു ഈശോയെ നമുക്ക് ഈ പുതിയ നിയമത്തിൽ കാണാൻ പറ്റുന്നത്. അവിടെയൊക്കെ നമുക്ക് ഈശോ കാണിച്ചിരുന്ന മാതൃക എന്നാണെന്നറിയുമോ? നമ്മുടെ മുന്നിലോട്ട് വരുന്ന പാവപ്പെട്ടവരെ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലോട്ട് സങ്കടം പറഞ്ഞു വരുന്ന ഒരു വ്യക്തിയെ, നമ്മുടെ മുന്നിലോട്ട് കരഞ്ഞു വരുന്ന ഒരു വ്യക്തിയെ എങ്ങനെ ചേർത്ത് പിടിക്കണം, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം യാചിച്ച് വരുന്ന മക്കളെ എങ്ങനെ അവരുടെ അടുത്ത് കരുണ കാണിക്കുന്ന ഈശോ നമുക്ക് കാണിച്ചു തരുക. അതുപോലെ തന്നെ നമുക്കറിയാം ഈശോയുടെ ആ ഒരു സ്നേഹം. ഈശോ എല്ലാവരുടെ മക്കളിലോട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ടെന്ന്. നമുക്കറിയാം, ഈശോ പറയുന്നുണ്ട്, ഞാൻ പാപികളെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്നത്. ഈശോ പാപികളോട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ട്, എല്ലാ മക്കളോട്ടും ഈശോ ഇറങ്ങി ചെന്നിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം ഈ പുതിയ നിയമത്തിലുടനീളം ഈശോയെ കണ്ടുമുട്ടുന്നു, ഈശോയെ എൻകൗണ്ടർ ചെയ്യുന്ന എല്ലാവരും ആ പഴയ ലൈഫ് മാറ്റുന്നു, പുതിയ ജീവിതം എടുക്കുന്നുണ്ട്. പഴയ ലൈഫ് ഫുള്ള് മാറ്റുക. അതെന്തായിരിക്കും? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ടായിരിക്കും? ചിലരോടൊന്നും ഈശോ ഒന്നും പറഞ്ഞിട്ടില്ല. ചില പാപികൾ ഈശോ ഇങ്ങനെ കണ്ണിൽ നോക്കി നിർത്തുള്ളൂ. ആ നിമിഷം അവര് പൊട്ടിക്കരഞ്ഞ്, കർത്താവേ ഞാൻ പാപിയാന്ന് പറഞ്ഞിട്ട് ഈശോയുടെ കാൽക്കൽ വന്ന് വീഴുന്നുണ്ട്. നമുക്കറിയാം സക്കേവൂസിന്റെ കഥ അല്ലെ. സക്കേവൂസിന്റെ കഥ എല്ലാവർക്കും അറിയാവുന്ന. സക്കേവൂസിന്റെ വീട്ടിൽ ഈശോ ഭവനത്തിൽ ഭക്ഷിക്കാൻ ഇരുന്നുള്ളൂ. ഈശോ ഒന്നും പറഞ്ഞില്ല അവിടെ. ഈശോ ഭക്ഷിക്കാൻ ഇരുന്നുള്ളൂ. അപ്പത്തേന് സക്കേവൂസ് പറഞ്ഞു, കർത്താവേ എനിക്കുള്ളതെല്ലാം വിറ്റ് ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കാം എന്നുള്ള രീതി. അതുപോലെ തന്നെ നമുക്കറിയാം, വ്യഭിചാരം ചെയ്ത് പിടിക്കപ്പെട്ട സ്ത്രീയെ ഈശോയുടെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈശോ പറഞ്ഞൊരു കാര്യ, നിങ്ങൾ പാപം ചെയ്യാത്തവര് ഈ സ്ത്രീയെ കല്ലെറിയട്ടെ. അപ്പം എല്ലാവരും അവിടുന്ന് ഓരോരുത്തരായിട്ട് പോവാ. എന്നിട്ട് ഈശോ ഈ സ്ത്രീയോട് പറയുക, ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്തെന്ന്. എല്ലാവരും ഈശോയെ എൻകൗണ്ടർ ചെയ്യുന്ന എല്ലാവരുടെ മുന്നിലോട്ടും ഈശോ ഈ ഒരു ഈശോയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അവര് കണ്ടുപിട്ടുന്നൊരു സംഭവം ഈശോയുടെ ഈ സ്നേഹമാണ്. ഈശോ വിധിക്കാത്തൊരു സ്നേഹം. ഈശോയുടെ മുന്നോട്ട് വരുന്ന എല്ലാവരും, നമുക്കറിയാം ദൈവമാണ്. തെറ്റ് ചെയ്യുമ്പം നമ്മളൊക്കെ എങ്ങനെയാ, തെറ്റ് ചെയ്യുമ്പം ബാക്കിയുള്ളവരെ കുറെ കുറ്റപ്പെടുത്തും, മാറി എന്നിട്ട് പറയും അവൻ അങ്ങനെ ചെയ്തു, അവൻ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ, കുറെ കുറ്റപ്പെടുത്തിയില്ല നമ്മൾ അവരെ ഇങ്ങനെ ശാസിക്കുന്നത്. പക്ഷെ ഈശോ എന്നാ ചെയ്തേ? ഈശോ അവരുടെ കണ്ണി നോക്കി ഒന്നും പറയില്ല, പക്ഷെ ഈശോ കണ്ണിലൂടെ സംസാരിക്കുന്നുണ്ടാവും. എനിക്കറിയാടാ, എനിക്കറിയാം നീ 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 പാപം ചെയ്തിട്ടുണ്ട്, നിന്റെ എല്ലാ അവസ്ഥയും അറിയാം, നീ ചേറിലായിരിക്കും കിടക്കുന്നത്, പക്ഷെ ഞാൻ നിന്നോട് ക്ഷമിക്കാം. ഇങ്ങനെ ഈശോ പറയുന്നേ. ഇങ്ങനെയൊരു സ്നേഹം നമുക്ക് കാണിച്ചു തരുക, അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ. അങ്ങനെ ഒരു സ്നേഹം നമുക്ക് ഈശോ കാണിച്ചു തരുക. വിധിക്കാതെ, കുറ്റപ്പെടുത്താതെ, ദേഷ്യം വെച്ച് പുലർത്താതെ. ഇന്ന് ഈ നിമിഷം വരെ നീ എന്ത് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ നിന്നോട് ക്ഷമിക്കുവാടാ, ഇനി തൊട്ട് നീ നന്നായിട്ട് ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ആ സ്നേഹത്തിന്റെ മുമ്പിൽ എല്ലാവരും കീഴടങ്ങുക. ആ സ്നേഹം നമ്മളോട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അതായത് നമ്മൾ ഇത്രയും തെറ്റ് ചെയ്തിട്ട് നമ്മളെ കുറ്റപ്പെടുത്താത്തൊരു സ്നേഹമല്ലേ അത്. പിന്നെ ഇത്രയും വലിയ സ്നേഹം എനിക്കുള്ളപ്പോൾ ഞാൻ എന്തിനീ ലോകത്തിന്റെ പാപത്തിന്റെ വഴിയെ പോകുന്നത് കണ്ട് എല്ലാവരും വരെ മാനസാന്തരപ്പെടുക. അപ്പൊ അതുപോലെ തന്നെ നമുക്കറിയാം ഈശോയുടെ ശിഷ്യന്മാര് അല്ലെ. ഈശോയ്ക്ക് അറിയായിരുന്നു ഈശോയുടെ ശിഷ്യനായ യൂദാസ്. ഈശോയുടെ ചങ്കും കരളുമായിട്ട് നടന്നവർ എല്ലാവരും 12 പേരും ഈശോയുടെ ചങ്കും കരളുമായിട്ട് നടന്നതാണ്. പക്ഷെ ഈശോയുടെ ശിഷ്യനായിട്ട് യൂദാസ് ഈശോനെ ഒറ്റിക്കൊടുക്കുന്നു ഈശോയ്ക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു. അതുകൊണ്ടാണ് ഈശോ ലാസ്റ്റ് സെക്കൻഡ് വരെ അവൻ എങ്ങനെയും മാറട്ടെ എന്നോർത്ത് ഈശോ എന്താ ചെയ്യുന്നത്? ഈശോ കാല് കഴുകുക. ഈശോ അവരുടെ ശിഷ്യന്മാരുടെ കാല് കഴുകി ചുംബിക്കുക. എന്നിട്ട് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ സ്നേഹിക്കണമെന്ന്. അവസാനം വരെയും ഈശോ ശ്രമിച്ചു അവൻ എങ്ങനെയും ആ ഒരു പാപത്തിൽ നിന്ന് പിന്തിരിയട്ടെ. ഈശോ ഒത്തിരി വിഷമിച്ചു. യൂദാസ് ഈശോയ്ക്ക് അറിയാം യൂദാസ് നശിച്ചു പോകുന്നു, പക്ഷെ ഈശോ ഒത്തിരി ആഗ്രഹിച്ചു അവൻ തിരിച്ചു വരണം. അതുകൊണ്ടല്ലേ ഈശോ പറയുന്നത്, ഈശോ ഒത്തിരി വേദനിച്ചിട്ട് പറയാം അവൻ ജനിക്കാതിരുന്നെങ്കിൽ എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അവനോടുള്ള ഈശോ പറയുന്നുണ്ട്, തനിക്കുള്ളവരെ ഈശോ അവസാനം വരെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. അവസാനം വരെ ഈശോ ശ്രമിച്ചു അവൻ ഒന്ന് മനസ്തപിക്കാൻ, അവനൊന്ന് തിരിച്ചു വരാൻ. അങ്ങനെ ഒരു സ്നേഹം. അതുപോലെ തന്നെ നമുക്കറിയാം പത്രോസ്, ഈശോയുടെ ചങ്കും കരളായിട്ട് നിന്ന പത്രോസ് എന്താ പറയാ, ഈശോ പറഞ്ഞു പത്രോസിന്റെ അടുത്ത്, നീ എന്നെ ഇന്ന് 3 പ്രാവശ്യം ഒറ്റി കൊടുക്കൂടാന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, പത്രോസ് പറയാ, ഇല്ല കർത്താവ്, ഞാൻ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ ഒറ്റി കൊടുക്കില്ല കർത്താവ് എന്ന് പറയുക. പക്ഷെ പത്രോസ് എന്നാ ചെയ്തേ?
ഈശോനെ പടയാളികൾ പിടിച്ചുകൊണ്ട് വരുമ്പോ പത്രോസ് ഓടി, എല്ലാവരും ഓടി, എല്ലാവരും 4 ദിക്കിലും ഓടി. ആരും ഉണ്ടായില്ല കർത്താവിന്റെ കൂടെ. ആരും, ഒറ്റ ഒരു മനുഷ്യനുണ്ടായില്ല. എല്ലാവരും വഴിക്ക് ഓടി. എന്നിട്ട് പത്രോസ്ലീഹ 3 പ്രാവശ്യം പിന്നെ ഈശോനെ തള്ളി പറയുന്നുണ്ട്. ഒന്ന് കവാടത്തിൽ വെച്ച് ഈശോനെ തള്ളി പറയുന്നുണ്ട് ഒരു വ്യക്തി ചോദിക്കുമ്പോൾ, പിന്നെ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈശോനെ തള്ളി പറയുന്നുണ്ട്. 3-ാമത്തെ പ്രാവശ്യം തള്ളി പറയുന്നുണ്ട്. 3-ാമത്തെ പ്രാവശ്യം തള്ളി പറയുമ്പോൾ കോഴി കൂവുന്നുണ്ട്. ഈ കോഴി കൂവുമ്പോൾ ഈശോയും പത്രോസും തമ്മിൽ ഒന്ന് എൻകൗണ്ടർ ചെയ്യുന്നുണ്ട്, കണ്ണുകൾ കണ്ടെത്തുമ്പോൾ. അപ്പം ഈ പത്രോസ് ഈ കർത്താവിനെ നോക്കിയിട്ട് എന്താ ചെയ്യുന്നത്, പുറത്തു പോയി മനംനൊന്ന് കരഞ്ഞു എന്ന് പറയുന്നത്. മനംനൊന്ന് കരഞ്ഞു. ചിലപ്പോൾ ആ ഒരു നോട്ടത്തിൽ ഈശോ പറഞ്ഞു കാണും, എനിക്കറിയാവുന്നടാ, എനിക്കറിയായിരുന്നു നീ എന്നെ ഒറ്റ കൊടുക്കും അറിയായിരുന്നു, പക്ഷെ കുഴപ്പമില്ലടാ, സാരമില്ല, അത് പോട്ടെ. അങ്ങനെ പറഞ്ഞാണ് കർത്താവ്. അതുകൊണ്ടാണ് പത്രോസിന് അങ്ങനെ കരയാൻ പറ്റിയത്, തിരിച്ചു വരാൻ പറ്റിയേ, ഇങ്ങനൊരു സ്നേഹം. അതുപോലെ തന്നെ നമുക്കറിയാം ഈശോ പിന്നെ നമുക്ക് പിന്നീട് അങ്ങോട്ട് കാണുന്ന ഫുൾ ഈശോയുടെ ആ ഒരു കുരിശുമരണത്തിന്റെ യാത്രയല്ലേ, ആ കാൽവരി യാത്ര. അതിലൊക്കെ ഈശോയുടെ സ്നേഹം ഇങ്ങനെ തുളുമ്പി നിറഞ്ഞൊഴുകുമല്ലേ. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ ഇതിലൂടെ ഒന്ന് കടന്നു പോകാൻ ശ്രമിക്കണേ. ആ കാഴ്ചകളൊക്കെ നമ്മുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവരണേ. കാരണം അത്രയും നമുക്ക് നമുക്ക് ആ ഒരു സ്നേഹം അനുഭവിക്കണം. എന്നിട്ട് നമ്മൾ ചിന്തിക്കണം, ഈ സ്നേഹം നമുക്കും ഇങ്ങനെ ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് അനുഭവിക്കാതെ. നമുക്കറിയാം ഈശോനെ പടയാളികൾ ഈ പിലാത്തോസിന്റെ പ്രത്തോറിയത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ ബൈബിൾ പറയുന്നുണ്ട്, അതായത് ഈശോയെ ആ പ്രത്തോറിയത്തിൽ നിർത്തിയതിന്റെ പിറ്റേ ദിവസം സാബത്തായിരുന്നു. അപ്പൊ ഈ പ്രത്തോറിയം എന്ന് പറഞ്ഞാൽ വിശുദ്ധമായിട്ടുള്ള സ്ഥലമല്ല, അശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈശോനെ അവിടെ നിർത്തിയേക്കുക, നമ്മുടെ ദൈവത്തെ അവിടെ നിർത്തിയേക്കുക അതിന്റെ നടുവില്. അത് അശുദ്ധമായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ആരും അങ്ങോട്ട് കയറിയില്ലെന്നാ പറഞ്ഞേ. നീമിഞ്ഞരോ യഹൂദരൊന്നും ആരും അങ്ങോട്ട് കയറിയില്ല. പിലാത്തോസ് പുറത്തു വന്നിട്ട് ഇവരോട് ചോദിക്കുന്നത് ഓരോ കാര്യങ്ങൾ എന്ന് വചനം പറയുന്നുണ്ട്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് നിൽക്കുക, ആരും തിരിഞ്ഞു നോക്കില്ല, തന്നെ നിൽക്കുക അശുദ്ധമായിട്ടുള്ള സ്ഥലത്ത്, പ്രത്തോറിയത്തില്. എന്നിട്ട് ഈശോ അവിടെ കടന്നിട്ട് ഈശോയെ ഒരു മറ്റേ നമ്മുടെ ഈ ഒരു സാബത്ത് സമയത്ത്, ആ ഒരു സമയത്ത് ഒരാളെ പകരം വിട്ടു കൊടുക്കുന്നുണ്ട്, ജയിലിൽ കിടക്കുന്ന ഒരു പുള്ളീനെ. അപ്പം ഈശോയെ വേണോ ആ ഒരു വ്യക്തിയെ വേണോ എന്ന് ചോദിക്കുമ്പം എല്ലാവരും ഒറ്റവായി പറയുന്നുണ്ട്, ഈശോനെ ക്രൂശിക്കുക, മറ്റവനെ വിട്ടുതരിക എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ഈശോ ഒന്നും പറയുന്നില്ല. ഈശോ നമ്മളോട് സ്നേഹത്തിൽപ്പെടുത്തി അവിടെ നിൽക്കുക. ആരുമില്ല, തൻ്റെ കൂടെ ആരുമില്ല, ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ഒറ്റയ്ക്ക് ഈശോ നിൽക്കുക. എന്നിട്ട് നമുക്കറിയാം, നമുക്ക് ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണുമ്പോൾ നമുക്കറിയാം ഈശോ അവിടെ ഈശോനെ കെട്ടിയിട്ടേക്കും ആ ഒരു പ്രത്തോറിയത്തില്. എന്നിട്ട് ഈശോനെ അടിക്കുന്നുണ്ട്. എന്തൊരു അടിക്കുന്നേ! ഈശോനെ തലങ്ങും വിലങ്ങും അവര് അടിക്കുന്നുണ്ട്. അടിച്ചടിച്ച് നമുക്കറിയാം ഈശോയുടെ ശരീരത്തിൽ 5000-ൽ പരം മുറിവുണ്ടായിരുന്നു. നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? 5000-ൽ പരം മുറിവ് എന്ന് പറയുമ്പോൾ തൊലി പോലും കാണത്തില്ല, ഫുള്ള് ദശയായിരിക്കും കാണാൻ പറ്റുന്നത്. അത്രയും മാത്രം അടിക്കുക. എല്ലാവരും അടിക്കുന്നുണ്ട്, പ്രഹരിക്കുന്നുണ്ട്, തുപ്പുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. എന്തോരം വേദന സഹിക്കുന്നത്. പക്ഷെ ഈശോയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നൊരു കാര്യമാണ്, നമ്മോടുള്ള സ്നേഹം മാത്രം ഉണ്ടായിരുന്നുള്ള കർത്താവിന്. നമ്മോടുള്ള സ്നേഹം മാത്രം ഉണ്ടായിരുന്നുള്ള കർത്താവിന്. കർത്താവ് അവിടെ ഒന്ന് സഹിക്കുക, ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കണേ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഒറ്റയ്ക്കായി പോകുന്നു, അല്ലെങ്കിൽ ചെറിയൊരു വേദന നമുക്ക് ഈശോയുടെ സ്നേഹത്തെപ്പറ്റി സഹിക്കാൻ പറ്റുന്നില്ല, നമ്മൾ ചിന്തിക്കണം ഇതിലൂടെ കടന്നു പോകുമ്പോഴേ. അതുപോലെ തന്നെ ഈശോയുടെ തലയിൽ മുൾമുടി ധരിക്കുന്നുണ്ട്. എന്ത് വേദന! ആ മുള്ളിങ്ങനെ തലയിലോട്ട് കുത്തി ഇറക്കുമ്പം ഈശോ എന്തൊരു വേദന സഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, ഈശോ അപ്പോഴും ചിന്തിച്ചൊരു കാര്യമുള്ളൂ, നമുക്ക് വേണ്ടിയാ ഈശോ ആ വേദന സഹിക്കുന്നത്. നമ്മളത് ഒത്തിരി ചിന്തിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് ഈശോയുടെ ഡ്രസ്സൊക്കെ ഉരിഞ്ഞ് മാറ്റി ഒരു ചുമന്ന മേലങ്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈശോനെ ആ കുരിശ് കയറ്റുക. നമുക്കറിയാം, ഞാൻ എവിടെ വായിച്ചാണ്, 72 hours ഈശോ വെള്ളവും ഭക്ഷണമൊന്നും കഴിക്കാണ്ട് നിൽക്കുക. ഈ അടിയേറ്റിട്ട് നിൽക്കുക, ഈ അടിയേറ്റ് തളർന്നു നിൽക്കുക. നമുക്കറിയാം, നമ്മൾ ഒരു നേരം തന്നെ കഴിച്ചില്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാ. ഈശോ തളർന്നു നിൽക്കുക, ഇത്ര അടിയിട്ട് നിൽക്കുക. എന്നിട്ട് ഇനി ആ മല കയറണം, ആ കുരിശിൻ ചുമന്ന് കയറണം. അത്രയും കനമുള്ള കുരിശിൻ ചുമന്ന് കർത്താവ് മല കയറുക. ഇതിന്റെ ഇടയ്ക്ക് ഈശോനെ അടിക്കുന്നുണ്ട്. നമ്മൾ കുരിശിന്റെ വഴിയിൽ 3 പ്രാവശ്യം വീഴുന്നു കേൾക്കുന്നത്, പക്ഷെ അതിൽ കൂടുതൽ എത്ര പ്രാവശ്യം വീണിട്ടുണ്ടാവും. ഇതിന്റെ ഇടയ്ക്ക് ഈശോനെ ഒത്തിരി അടിക്കുന്നുണ്ട് ആൾക്കാർ, ഒത്തിരി ദ്രോഹിക്കുന്നുണ്ട്, ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട്, തുപ്പുന്നുണ്ട്, അടിക്കുന്നുണ്ട്. ഇതൊക്കെ ഏറ്റിട്ട് കർത്താവിന്റെ മുന്നിൽ ഒറ്റ ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മളോട് സ്നേഹം, നമ്മളോടുള്ള ഒറ്റ ഒരു സ്നേഹം, നമുക്ക് രക്ഷ നേടിത്തരാൻ. എൻ്റെ മക്കളെ ഞാൻ അവസാനം വരെ സ്നേഹിക്കുന്നു പറഞ്ഞ് ഉള്ളൊരു സ്നേഹം കർത്താവിനുണ്ടായിരുന്നത്. നമുക്കറിയാം, ഇനി കുരിശുമല കയറുന്നുണ്ട്. ഈശോ അവിടെ കുരിശിന്റെ ആ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഈശോയുടെ കൈകളിലും കാലുകളിലും ആണി തറയ്ക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, അവർ നേരത്തെ ഈ കുരിശിന്റെ സ്ഥാനത്ത് ഇങ്ങനെ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് കുരിശ് തറയ്ക്കണം എന്നുള്ള രീതിയിൽ. അപ്പൊ ഈശോയുടെ ഈ കൈ തറച്ചു. ഈ കൈ വലിച്ചപ്പത്തേനും അങ്ങോട്ട് എത്തുന്നില്ല, കാരണം ഹോള് കുറച്ചുകൂടെ അപ്പുറത്താ. അപ്പം ആ കൈ വലിക്കുക, ഇവിടെ ആണി നിറച്ച് കയറ്റി, എന്നിട്ട് ആ കൈ വലിക്കുക.
എന്തൊരു ആ വലിക്കലിന് ഈശോയുടെ ഈ ഒരു ഷോൾഡർ ഒടിഞ്ഞു. അപ്പൊ ഈശോ എന്തൊരു വേദന, ആ ഹോളിൽ എത്തുന്നവരെ അവർ വലിച്ചു അവര്. എന്നിട്ട് അവർ ആണി നിറച്ചു, കൈകളിലും കാലിലും ആണി നിറച്ചു. എന്നിട്ട് ഈ കുരിശ് തിരിച്ചു കിടത്തിട്ട് വേണം ഈശോയുടെ കയ്യില് ആ തുളഞ്ഞു കയറിയ ആണി വളച്ചു വെക്കാൻ. എന്നിട്ട് ഇവര് ആ കുരിശെടുത്ത് ഒറ്റയിടില്ല. നമ്മൾ ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടാൽ കൃത്യം അറിയാം. പക്ഷെ അതൊന്നും ആയിരിക്കില്ല, സിനിമയ്ക്ക് ഒരു പരിധി ഉണ്ടല്ലോ. പക്ഷെ അതിലപ്പുറം നമ്മൾ ചിന്തിച്ചു നോക്കണം, അതിനെക്കൂടെ എന്തൊരു ഭീകരം ആ ഒരു രംഗം എന്നുള്ളത്. ഈശോനെ കമത്തി കിടത്തി അടിക്കുന്നു. എന്നിട്ട് ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ കാണുന്നതാണ് ഈ ഒരു കുരിശ്, എന്നിട്ട് തറച്ച കുരിശ് ആ ഒരു കുത്തി നിർത്തുന്ന ആ ഒരു കുഴിയില്ല, അതിലോട്ട് എടുത്തിടുക. അപ്പൊ ഈ കുരിശ് കിടന്ന് ആടുന്നുണ്ട്. ഈശോ ആണെങ്കിൽ കുരിശില് 3 ആണിപ്പഴുതി കിടക്കുക. എന്നിട്ട് ഇതിങ്ങനെ കിടന്ന് ആടുമ്പോൾ എന്തൊരു വേദന നമ്മുടെ കർത്താവ് സഹിച്ചേ. അതുപോലെ തന്നെ ഞാൻ വായിച്ചൊരു കാര്യമാണ്, അതായത് ഈശോയ്ക്ക് ഈ കുരിശ് കിടക്കുമ്പോൾ ആ ഒരു പൊസിഷനിൽ കിടക്കുമ്പോൾ ഈശോയ്ക്ക് ശ്വാസം വലിക്കാൻ പറ്റത്തില്ല, ശ്വാസം ഒട്ടും വലിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈശോ അപ്പൊ ഈ കാലിങ്ങനെ കുത്തിയിട്ട് പയ്യെ മുകളിലോട്ട് വലിഞ്ഞ ശ്വാസം വലിക്കുന്നത്. ഇത് ഞാൻ എവിടെ വായിച്ച കേട്ടോ, ഈ നൊവേനയുടെ പാഷൻ ഓഫ് ക്രൈസ്റ്റിന്റെ തന്നെ എന്തോ നൊവേനയുടെ സമയത്ത് ഞാൻ എവിടെ വായിച്ച കേട്ടോ. നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഇങ്ങനെ ഈശോ മുകളിലോട്ട് വലിഞ്ഞിട്ടാ ശ്വാസം വരുന്നത്. അപ്പൊ ഈ മുകളിലോട്ട് വലിയുമ്പം ഈശോയുടെ പുറത്തൊന്നും അടിയേറ്റ് ഇങ്ങനെ ദശകൾ മാത്രം, ഈ തൊലിയൊന്നും കാണില്ല. അപ്പം ഈ പുറത്ത് ഇങ്ങനെ വലിയുമ്പം ഈ കുരിശി കിടക്കുന്ന ആ കുരിശിന്റെ ആ കുഞ്ഞു കുഞ്ഞു കുത്തി കയറുന്ന സാധനങ്ങളൊക്കെ ഇതിൽ ഒന്നുകൂടെ കുത്തി കയറിയിട്ട് ഈശോയ്ക്ക് പിന്നെ വേദന എടുക്കുക. ഈശോയ്ക്ക് പിന്നെ വേദന എടുക്കുക. എന്നിട്ടും അത്രയും വേദന എടുത്ത് അവസാന നിമിഷം ഈശോ പറഞ്ഞൊരു വാക്കാ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേന്ന്. ഇത്രയും ചെയ്ത മനുഷ്യർക്ക് വേണ്ടി ഈശോ അവിടെ കിടന്ന് പറയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വന്തം അമ്മയുടെ മുന്നിൽ അത്രയും ക്രൂരമായിട്ട് നമ്മുടെ കർത്താവിനെ അവര് കുരിശ് തറച്ചിട്ട് അവർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം നല്ല കള്ളൻ അല്ലേ, 2 കള്ളന്മാരുണ്ടായിരുന്നു, അതിൽ നല്ല കള്ളൻ ഈശോട് പറയുന്നുണ്ട്, ദൈവമാണെന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്നുണ്ട്, നിന്റെ പറുദീസയിൽ നിന്നായിരിക്കും എന്നെ ഓർക്കണേന്ന്. ദൈവമല്ലേ, എന്തോരം പാപം ചെയ്തിട്ട്, അവനും പാപം ചെയ്തിട്ടാണ് അവനെ കുരിശി തറയ്ക്കുന്നത്. അവൻ ശരിക്കുള്ള തെറ്റ് ചെയ്തിട്ടാണ് അവനെ കുരിശി തറയ്ക്കുന്നത്. അപ്പം ഈശോ അവനെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുള്ളൂ, അത്രയും വേദന സഹിച്ച് ഈ കുരിശി കിടക്കുന്നവന്റെയും കൂടെ വേദന ഈശോ ഏറ്റെടുത്തേക്കണേ, പാപത്തിനുള്ള പരിഹാരമാണല്ലോ ഏറ്റെടുത്തേക്കണേ. എന്നിട്ട് അവനെ നോക്കി ഈശോ പറയുക, നീ ഇന്ന് എന്നോട് പറുദീസയിലായിരിക്കുമെന്ന്. ഞാൻ ആലോചിക്കും, ഇങ്ങനെയൊക്കെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നതെന്ന്. ഒരു മനുഷ്യൻ, ഒരു ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നതെന്ന് നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ ഈശോ, നമുക്കറിയാം ഈശോയുടെ വിലാപിലോട്ട് കുത്തുന്ന ഒരു പടയാളിയുണ്ട്. അയാളുടെ മേത്തോട്ട് ഈശോയുടെ രക്തം ചാടുമ്പോൾ അവസാനത്തെ ആ രക്തത്തുള്ളി ചാടുക. അപ്പോഴും ഈശോ അവനെ സുഖപ്പെടുത്തുക, അവന്റെ അന്ധത മാറി എന്ന് പറയുന്നത് സുഖപ്പെടുത്തുക. ലാസ്റ്റ് അത്രയും വേദനയുടെ സമയത്തും തന്നെ ദ്രോഹിച്ചവരെ സുഖപ്പെടുത്താൻ കാണിക്കുന്ന ഒരു കരുണ, ഒരു സ്നേഹം. അതുപോലെ തന്നെ നമുക്കറിയാം ഈശോ എല്ലാം നമുക്ക് തന്നു. സ്വന്തം ശരീരം തന്നു, സ്വന്തം രക്തം തന്നു, സ്വന്തം ആത്മാവിനെ തന്നു, പരിശുദ്ധാത്മാവിനെ സഹായകനായി തന്നു, സ്വന്തം അമ്മേനെയും നമുക്ക് തന്നു, എല്ലാം തന്നു. ജീവൻ തന്നു, സ്വന്തം ആത്മാവിനെ തന്നു, സ്വന്തം അമ്മേനെ തന്നു, എല്ലാം തന്നു. നമുക്ക് വേണ്ടി ഇനി തരാനൊന്നുമില്ല. എല്ലാം തന്നിട്ട് ഈശോ പറയുക, ഇതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്കിപ്പോൾ അറിയാം, നമുക്കൊരു കുഞ്ഞ് വിഷമം വന്നാൽ തന്നെ നമ്മൾ എന്താ പറയും, കർത്താവിന് നമ്മൾ പോയി ഭരിക്കും. കർത്താവ്, എനിക്ക് തലവേദന സഹിക്കാൻ പറ്റുന്നില്ല കർത്താവ്, എനിക്ക് വയറുവേദന സഹിക്കാൻ പറ്റുന്നില്ല കർത്താവ്, എനിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല കർത്താവ്, എനിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല കർത്താവ്. അപ്പൊ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇത്രയും സഹിച്ചതാണ്, എനിക്ക് അതുപോലെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് കർത്താവ് നമ്മളോട് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്നുണ്ട് കർത്താവ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അപ്പൻ നമ്മളെ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തൊരു ദേഷ്യം വരുന്നേ. മാതാപിതാക്കളുടെ കുറവുകൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സഹോദരങ്ങൾ നമ്മളെ എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ച് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ആരെങ്കിലും പുറകിൽ നിന്ന് നമ്മളെ കുത്തിയാല്, നമ്മളെ ഒറ്റി കൊടുത്താല്, നമ്മളെ ദ്രോഹിച്ചാല്, നമ്മൾ ഉള്ള പ്രാക്കൊക്കെ കൊടുക്കും അവന്. ഇവൻ ജസ്റ്റ് നമ്മളൊന്ന് ചിന്തിക്കും, നമ്മൾ ഡെയിലി ലൈഫ് വെച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മളിപ്പോ ബസ്സിൽ കയറുമ്പോൾ ഭയങ്കര തിരക്കുള്ളൊരു ബസ്, ഒരാൾ വന്ന് ജസ്റ്റ് അറിയാണ്ട് നമ്മുടെ ഒരത്തിനൊന്ന് കുത്തി, നമ്മൾ എന്തൊക്കെ പറയാം അവിടെ കിടന്ന അയാളെ, എന്തൊക്കെ പറയാം, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കർത്താവ് ഇത്രയും സ്നേഹിച്ച് മരിച്ച് ഇത്രയും സഹനം എടുത്ത് ഇപ്പുറത്ത് നിൽക്കുക. നമ്മളിപ്പോ ഇവിടെ ഈ കുഞ്ഞി കുത്തി മാന്തി പറിച്ചു എന്ന് പറഞ്ഞുള്ള കാര്യത്തിന് നമ്മൾ പരാതിപ്പെടുക. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട സ്നേഹം, നമ്മുടെ സ്നേഹം എവിടെയാണ്? ഈശോ സ്നേഹിക്കാൻ പറഞ്ഞത് എങ്ങനെയാ? ആ സ്നേഹം നമ്മൾ എവിടെയാണെന്ന് ചിന്തിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം, ഈശോ കാൽവരിയില് ഈശോയുടെ സ്നേഹത്തിന്റെ പൂർത്തീകരണം നമ്മൾ എവിടെയാണ് കാണുന്നത്? കാൽവരിയിലാ, ആ കുരിശിലൂടെ ഒരു ഞാൻ എവിടെയോ വായിച്ചു കേട്ടത്, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ബുക്കിലാണോ ഇങ്ങനെ വായിച്ചു കേട്ടതേ. അതായത് നമ്മൾ ഈ ലോകത്തുള്ള എല്ലാവരും ഇങ്ങനെ നിന്നാലും ദൈവത്തിന്റെ മഹത്വത്തിൽ മുന്നിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം അത്രയും പരിശുദ്ധനാണല്ലോ. നമുക്ക് ഒത്തിരി ബലഹീനതകളും പാപങ്ങളും നിറഞ്ഞവരാ. അപ്പൊ ഈ കർത്താവിന്റെ മഹത്വത്തിന് മുമ്പിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല.
അപ്പൊ ഈ കുറവ് ഈശോയ്ക്ക് അറിയാം. ഈ കുറവ് നമുക്ക് ഈശോയുടെ മുന്നിൽ നിൽക്കാൻ പറ്റുന്നുള്ള കുറവ്, ആ ഒരു സംഭവം ഈശോയ്ക്ക് അറിയാവുന്നതുകൊണ്ട് ഈശോ സ്വയം ശൂന്യമായി എന്താ പറയുന്നത്, സ്വയം നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലോട്ട്, നമുക്ക് നമ്മുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി, നമുക്ക് എപ്പോഴും ഭക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിലോട്ട്, ഒരു ചെറിയ അപ്പത്തിന്റെ രൂപത്തിലോട്ടായെന്ന ഈ ഈ ആ ഒരു പുസ്തകം ഞാൻ വായിച്ചേ. അതിനെ ഒത്തിരി ആകർഷിപ്പിച്ചേ. കാരണം ദൈവം നമ്മുടെ കുറവ് മനസ്സിലാക്കി നമുക്ക് വേണ്ടി ഒരു ചെറിയ അപ്പത്തിന്റെ രൂപത്തിലോട്ട് വരുക. നമ്മൾ എന്നും കുർബാനയിൽ സ്വീകരിക്കുന്ന ഈശോ ശരിക്കും ഈശോയാ. നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ ഈ ഇത്രയും കാര്യങ്ങൾ ഈശോയുടെ ആ ഒരു ജീവിതം വെച്ച്, ഈ ജീവിതം നമ്മളിങ്ങനെ കണ്ടിട്ട് നമ്മുടെ മനസ്സിലത് ആ സ്നേഹം നിറയാൻ നമ്മൾ ഒരു കുർബാന പോലും മുടക്കില്ല. എങ്ങനെയാ ഈ എല്ലാ ദിവസവും ഈശോയുടെ ഈ ഒരു കുരിശുമരണം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്? ഈശോയുടെ ജീവിതം ഫുള്ളാണ് നമ്മൾ ഓർക്കുന്നത്. ഈ ഓരോ ബലി നമ്മുടെ അടുത്തുള്ള പള്ളിയിൽ നടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്? ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള കാര്യമാണ്. ഈശോയുടെ കുരിശിന്റെ ചുവട്ടിൽ മാതാവും ഉണ്ടായിരുന്നു, യോഹന്നാനും ഉണ്ടായിരുന്നു, പിന്നെ മഗ്ദലന മറിയം ഉണ്ടായിരുന്നല്ലേ തോന്നുന്നു, ഉണ്ടായിരുന്നു. ഇവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈശോ എപ്പോഴും ആഗ്രഹിക്കുന്നില്ല, ഈശോ ഓരോ ബലി അർപ്പിക്കുമ്പോഴും ഈശോ നോക്കുന്നുണ്ടാവില്ലേ ഇവരുടെ അപ്പുറം ഇപ്പുറം നമ്മൾ ആരെങ്കിലും ഉണ്ടോന്ന്? നമുക്ക് വേണ്ടിയല്ലേ കർത്താവ് ആ കുരിശ് കയറിയേ. ഈശോ എപ്പോഴും നോക്കും. ഈശോയ്ക്ക് ശരിക്കും ആശ്വാസം അത് മതിയായിരിക്കും. നമ്മൾ ആ കുരിശിന്റെ ചോട്ടില് മാതാവിന്റെ കൂടെ, യോഹന്നാന്റെ കൂടെ നമ്മൾ ആ കുരിശിന്റെ ചോട്ടിലുണ്ടോ? നമ്മുടെ ഒരു സാന്നിധ്യം മതി. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇത്രയും സ്നേഹം തരുന്ന കർത്താവിനെ വേണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന ഈ സമയം, ബലിയർപ്പിക്കുന്ന സമയം? എങ്ങനെയാ അതിന് ഈശോയുടെ സ്നേഹത്തെ മറച്ചു വെച്ച് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നേ? എങ്ങനെയാ നമുക്ക് ഈശോയുടെ സ്നേഹത്തെ മറച്ചു വെച്ചിട്ട് മക്കളെ നോക്കി വീട്ടിലിരിക്കാൻ പറ്റുന്നേ? എങ്ങനെയാ പറ്റുന്നേ? ഇത്രയും സ്നേഹം നിറഞ്ഞ സമയത്ത് നമ്മൾ എങ്ങനെയാ ഇത് വേണ്ടെന്ന് വെക്കുന്നത്? നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഓടുന്നത്? നമ്മുടെ കുറവെവിടെയാന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഈശോയെ കാണുന്ന ഒരു ഒരു എന്താ പറയാ, യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ എപ്പോഴും ഈശോയെ കാണുന്നത്. എൻ്റെ ആവശ്യം നിറവേറ്റി തരുന്ന ഒരു 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 ദൈവം, അല്ലാണ്ട് അതിനപ്പുറം നമ്മൾ ദൈവത്തെ കാണുന്നില്ല. അതുകൊണ്ടാ നമുക്ക് ആ സ്നേഹം, അവിടെ നമ്മൾ അന്ധത ബാധിച്ച് കിടക്കും ആ സ്നേഹത്തില്. ഈശോ കാണിച്ചു തന്ന ഒരു സ്നേഹം ഈശോ കാണിച്ചു തന്ന ഈ സ്നേഹം നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ ഒരു കുർബാന പോലും നമുക്ക് വെറുതെ നിൽക്കാൻ പറ്റില്ല, മുടക്കാൻ പറ്റില്ല. നമ്മൾ ഓടും അപ്പന്റെ അടുത്തോട്ട്, ആ ഈശോയുടെ അടുത്തോട്ട്. മാതാവും യോഹന്നാനൊക്കെ കുരിശിന്റെ ചോട്ടിൽ നിന്നതിന്റെ കാരണം എന്നാ? ആ സ്നേഹം അവർക്ക് അറിയാം, ആ സ്നേഹം അവർക്ക് മനസ്സിലായതുകൊണ്ടാ അവരവിടെ നിന്നത്, അവർക്ക് അവിടെ നിൽക്കാൻ പറ്റിയത്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മളും അങ്ങനെ ആവാൻ പഠിക്കണം. ആ സ്നേഹത്തെ നമ്മൾ ഇത്രയും നമ്മൾ കേട്ട കാര്യങ്ങൾ നമുക്ക് ഈശോയുടെ ആ സ്നേഹം, ഞാൻ ഇന്ന് ഇത് പ്രിപ്പയർ ചെയ്തപ്പോൾ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പ്രിപ്പയർ ചെയ്യുകയല്ലായിരുന്നു, ഞാൻ കരയുമായിരുന്നു ഇന്ന്. കാരണം എങ്ങനെ ഇങ്ങനെ പറ്റുന്നേ? സ്നേഹിക്കാൻ ഇങ്ങനെയൊക്കെ ദൈവത്തിനെ സ്നേഹിക്കാൻ പറ്റുമോ? അതായത് ദൈവം മനുഷ്യരുടെ രൂപത്തിലോട്ട് വന്നിട്ട് ഇങ്ങനെ നമ്മളെ സ്നേഹിക്കുക. ഈശോയുടെ ജീവിതമാണ് സ്നേഹത്തിന്റെ യഥാർത്ഥ മാതൃക. നമുക്ക് കാണിച്ചു തരുന്ന യഥാർത്ഥ സ്നേഹത്തിന്റെ മാതൃക ഈശോയുടെ ജീവിതമാണ്. എന്നിട്ട് ഈശോ പറയും ഇതുപോലെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ. ശരിയാ, നമുക്ക് ഒത്തിരി കുറവുകളുണ്ട്, നമുക്ക് അങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ഈശോ നമുക്കറിയാം നമ്മൾ പക്ഷെ എഫോർട്ട് ഇടുക. ഈശോ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. ഈ ഒരു സെക്ഷൻ എടുത്തപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ എനിക്ക് സ്നേഹമില്ലാത്തൊരു വ്യക്തിയാണ്, ഞാനിങ്ങനെ ഈ സെക്ഷൻ എടുക്കും. അപ്പൊ എനിക്ക് ഈശോ തന്നൊരു ബോധ്യ, അതായത് എനിക്കറിയാം നിനക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നിന്റെ കൂടെയുള്ള ആരാ? നിന്റെ കൂടെയുള്ള ഞാനാ, ഈ സ്നേഹം നിറയുള്ള ആളാ ഞാന്. പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത്? നമ്മൾ ചെറിയൊരു എഫോർട്ട് ഇട്ടാൽ മതി. ഈശോ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്നൊന്നിങ്ങനെ പറഞ്ഞാൽ മതി. ജസ്റ്റ് ഒന്ന് പറയാം കർത്താവിന്റെ അടുത്ത്, എനിക്ക് പറ്റുന്നില്ല. കർത്താവ് എഫോർട്ട് നോക്കുന്ന ആളാണ്. ഒരിക്കലും നമ്മൾ ഒരാളെ സ്നേഹിച്ചിട്ട് അതിന്റെ പൂർവ്വതയിൽ ചെന്ന് കർത്താവിന്റെ അടുത്ത് ചെല്ലാൻ കർത്താവ് പറയുന്നില്ല. നീ ഒരു എഫോർട്ട് ഇട്, ബാക്കി ഞാൻ തന്നോളാം എന്നുള്ള രീതിയിലാണ് കർത്താവ് പറയുന്നത്. പിന്നെ ഞാൻ ആഡ് ചെയ്യുമ്പോ സമയം ആയോളാ? സമയമായോ? അതുപോലെ തന്നെ ഞാൻ ആഡ് ചെയ്ത് പറയാൻ പോകുന്ന ഒരു കാര്യമാണ്, നമുക്കറിയാം വിശുദ്ധരുടെ ജീവിതം നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ, വിശുദ്ധരുടെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ വിശുദ്ധരെല്ലാവരുടെയും പ്രത്യേകത അവർ ഈ സ്നേഹത്തിന് വേണ്ടി, അവർ ഈ സ്നേഹം അറിഞ്ഞവരാ. നമുക്കറിയാം ഈ ബൈബിളിൽ പുതിയ നിയമത്തിലുള്ള എല്ലാവരും ഈ സ്നേഹത്തെ അറിഞ്ഞവരാ. പത്രോസ്ലീഹ, മാതാവ്, എല്ലാവരും ഈ സ്നേഹത്തെ അറിഞ്ഞവരാ. അതുകൊണ്ട് അവർക്ക് ഈശോയുടെ കൂടെ ആയിരിക്കാൻ പറ്റുന്നത്. അവസാന നിമിഷം വരെ, പിന്നീട് നമുക്കറിയാം പത്രോസൊക്കെ അവസാന നിമിഷം പത്രോസിന്റെ പീറ്റർ ദ റിഡംഷൻ ആ സിനിമയ്ക്കകത്ത് പത്രോസ് മോളോട്ടൊക്കെ പറയുന്നുണ്ട് കുരിശ് തറയ്ക്കുന്നതിന്, കർത്താവ് ഈ പ്രാവശ്യം ഞാൻ നിന്നെ ഒറ്റിക്കൊടുക്കില്ല കർത്താവേന്ന്. അങ്ങനെ ഒരു സ്നേഹം. അതുപോലെ തന്നെ വിശുദ്ധരൊക്കെ നമ്മുടെ ജീവിതത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അവരൊക്കെ ഈ ഒരു സ്നേഹമായിരുന്നു അവർക്ക്. ഈ ഒരു സ്നേഹത്തിന് വേണ്ടി അവർ ദാഹിച്ചേ. ഈ ഒരു സ്നേഹത്തിന് വേണ്ടി അവരിങ്ങനെ ദാഹിച്ചേ. നമുക്കറിയാം അവരുടെ ജീവിതത്തിൽ കോറായിട്ട് നിന്നത് സ്നേഹമാണ്. ഈ കൊച്ചുറേശിയൊക്കെ പറയുന്നുണ്ട്, ലെറ്റ് us ലവ് സിൻസ് അവർ ഹാർട്ട് ഈസ് ക്രിയേറ്റഡ് ഫോർ ലവ്.
നമ്മുടെ ഹൃദയം തന്നെ എന്തിനാ സൃഷ്ടിച്ചേക്കണേ? സ്നേഹിക്കാൻ. അതുകൊണ്ട് നമുക്ക് സ്നേഹിക്കാം. ഈ കൊച്ചുത്രേസ്യയുടെ വൊക്കേഷൻ തന്നെ സ്നേഹമായിരുന്നു. സ്നേഹമായിട്ട് തിരുസഭയെ ഞാൻ സ്നേഹം കൊണ്ട് പൊതിയട്ടെ. അതായിരുന്നു അതായിരുന്നു ആളുടെ ഇത്. അതുപോലെ എല്ലാ വിശുദ്ധരും, അതായത് ഈശോ ആണെങ്കിൽ പോലും നമുക്കറിയാം, നമ്മുടെ ദൈവം ഈശോ എന്ന് പറഞ്ഞ പോലെ മറ്റു മതത്തിലുള്ളവർക്കും ദൈവം ഉണ്ടല്ലോ. അവര് നമ്മുടെ ഈശോയെ പറ്റി കേൾക്കുമ്പോൾ അവർക്ക് പറയാനുള്ള ഒറ്റ കാര്യം സ്നേഹമാണ്. ഈ ഒരു സ്നേഹത്തെ പറ്റിയാണ്. ഈശോ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മുമ്പിൽ സ്നേഹമാണ് വരേണ്ടത്. കാരണം ദൈവം സ്നേഹമാണ് എന്ന് പറഞ്ഞ പോലെ എല്ലാ വിശുദ്ധരും ലോകത്ത് നമുക്ക് എല്ലാ വിശുദ്ധരുടെ ജീവിതം എടുത്തു നോക്കിയാൽ അവർ ഈ ആരും പോയി പിച്ചിയും മാന്തി അടിച്ചിട്ടൊന്നുമല്ല ആരെ മാനസാന്തരപ്പെടുത്തിയത്. ഈ കർത്താവിൽ നിന്ന് കിട്ടിയ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്തു. ഈ സ്നേഹം കൊണ്ടാണ് അവർ ലോകത്തെ കീഴടക്കിയത്, മറ്റുള്ളവരെ കീഴടക്കി, മറ്റുള്ളവരെ മാനസാന്തരപ്പെടുത്തിയത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു എക്സാമ്പിൾ ഞാൻ പറയവേ, മദർ തെരേസ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മദർ തെരേസ നമുക്കറിയാം ഭിക്ഷ യാചിച്ച് ചെല്ലുക ഒരാളുടെ അടുത്ത്. അപ്പൊ ആ വ്യക്തി മദർ തെരേസയുടെ മുഖത്തോട്ട് തുപ്പുന്നുണ്ട്. അപ്പൊ നമ്മളാണ് എന്ത് ചെയ്യും? നമ്മളാണെങ്കിൽ എന്തേലൊക്കെ പറയും, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വന്നിട്ട് നമ്മൾ അയാളെ തിരിച്ചു പോയെന്ന് വഴിക്ക് പ്രാവും എന്തേലൊക്കെ ചെയ്യും. പക്ഷെ മദർ തെരേസ എന്നാ ചെയ്തേ? ഈശോയുടെ മാതൃക മദർ തെരേസ അവിടെ തൊട്ട്, ഈശോയുടെ ആ സ്നേഹം മദർ തെരേസ അവിടെ ഉപയോഗിക്കുക. മദർ തെരേസ പറഞ്ഞു, എനിക്കുള്ളത് കിട്ടി എൻ്റെ മക്കൾക്കുള്ളത് തരാൻ. അവിടെ ആ മനുഷ്യ മാനസാന്തരപ്പെടുകയല്ലേ ചെയ്യുന്നേ. എന്ന് പറഞ്ഞ പോലെ നമ്മളും ആ ഒരു സ്നേഹത്തിൽ വളരണം. ഈ വിശുദ്ധരൊക്കെ നമുക്ക് മാതൃക അതിന്. നമുക്കറിയാം ഈ വിശുദ്ധരൊക്കെ പ്രാർത്ഥിച്ച്, ഞാൻ എവിടെ വായിച്ചേട്ടാ കേട്ടോ, വിശുദ്ധരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതായത് നമുക്കറിയാം നമ്മൾ ഒത്തിരി ബലഹീനരുള്ളവരാ, ദൈവത്തെ പോലെ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത, ഈശോയുടെ സ്നേഹത്തിന്റെ പ്രത്യേകത, ഈശോയെ പോലെ ഇതുവരെ ആരും സ്നേഹിച്ചിട്ടില്ല, ഈശോയെ പോലെ ഇനി ആരും സ്നേഹിക്കാനും പോകുന്നില്ല. അതാണ് ഈശോയുടെ സ്നേഹത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് നമുക്ക് ആ ഈശോ പറഞ്ഞ അളവിൽ നമുക്ക് ഈ മറ്റുള്ളവരെ ഈശോ സ്നേഹിക്കാൻ പറ്റുന്നില്ല വരാം. അത് നമ്മുടെ ബലഹീനതയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വിശുദ്ധരൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥന, അതായത് ഈശോയെ, നിന്നെ സ്നേഹിക്കാൻ എനിക്ക് ഒത്തിരി കുറവുകളുണ്ട്. നിന്നെ സ്നേഹിക്കാൻ, നീ തന്ന സഹോദരങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾ പാപികളാ, ബലഹീനരാ. അതുകൊണ്ട് നിന്റെ സ്നേഹം ഞങ്ങൾക്ക് കടം തരണേ. ഞങ്ങൾ എല്ലാം നിന്നെ സ്നേഹിക്കട്ടെ, ചുറ്റുമുള്ളവരെ സ്നേഹിക്കട്ടെ എന്ന്. ആ സ്നേഹം കടം വാങ്ങിച്ചോണ്ടാ കർത്താവിന്റെ സ്നേഹം ചോദിച്ചാൽ കൊടുക്കാണ്ടിരിക്കുവോ? ഈ മാർപ്പാപ്പയുടെ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞത് ഞാനവിടെ, നമ്മളെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമാണ്. അതായത് നമ്മൾ ഈ ലോകത്ത് എന്ത് വേണമെന്ന് വെച്ചാലും അതിനൊരു പ്രതിഫലമുണ്ട്. എന്ത് വേണമെന്ന് വെച്ചാലും. പക്ഷെ ഈശോയുടെ സ്നേഹത്തിന് മാത്രം ഒരു പ്രതിഫലമില്ല. അത് അൺകണ്ടീഷണലാ. അത് ചോദിക്കുമ്പോൾ തന്നെ കിട്ടും. അപ്പൊ നമ്മൾ ഈ വിശുദ്ധരെ പോലെ ചോദിക്കാൻ പഠിക്കണം. നമ്മൾ വിശുദ്ധരെ പോലെ ചോദിക്കുക, ഈശോയെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല ഈശോയെ, അതുകൊണ്ട് നിന്റെ സ്നേഹം ഞങ്ങൾക്ക് കടം തരണം. അങ്ങനെ ഞങ്ങൾ നിന്നെ സ്നേഹിക്കട്ടെ, ചുറ്റുമുള്ളവരെ സ്നേഹിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അപ്പം നമുക്ക് ഇനി നമുക്കൊന്ന് പ്രാർത്ഥിച്ച് വൈൻഡപ്പ് ചെയ്യാവേ. ഓക്കെ. ഈശോയെ, ഒരു ദിവസം ഞങ്ങൾ സ്നേഹത്തെപ്പറ്റി കുറേ കാര്യങ്ങൾ കേട്ടു. ഈശോയെ, നീ പഠിപ്പിച്ച പോലെ ഈശോയെ സ്നേഹിക്കാൻ, നിന്നെ പോലെ സ്നേഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ ഈശോയെ. വിശുദ്ധരൊക്കെ പ്രാർത്ഥിച്ച പോലെ ഞങ്ങളും പ്രാർത്ഥിക്കും ഈശോയെ, നിന്നെ സ്നേഹിക്കാൻ. ഈശോയെ, നിന്റെ സ്നേഹം ഞങ്ങൾക്ക് കടം തരണേ. ഞങ്ങളുടെ ചുറ്റുമുള്ള സഹോദരങ്ങളെ, നീ തന്ന സഹോദരങ്ങളെ ഞങ്ങൾ സ്നേഹിക്കട്ടെ ഈശോയെ. നിന്നെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ ഈശോയെ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, എല്ലാവേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ.